അങ്ങനെ അലീനയെ വിളിച്ചു കൊടുത്തിട്ട് ബാലചന്ദ്രൻ നേരെ തന്റെ സ്വകാര്യ മുറിയിലേക്ക് തിരിച്ചെത്തി. വിളറിയ മുഖത്തോടെ ചുളികൾ വീണ കൈകൾ കോർത്തു പിടിച്ചു കൊടുത്തിട്ട് ബാലചന്ദ്രൻ കസേരയിലേക്ക് ഇരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പതിവ് പോലെ തന്നെ അലീന വന്നു. കണ്ണുകളിൽ ഭയം കനം വെച്ച് തല കുനിച്ചു നിന്നു. അലീന, ആ പേര് കേവലം ഒരു വേലക്കാരിയുടേതോ ദത്തെടുത്ത മകളുടേതോ ആയിരുന്നില്ല. വൈജയന്തിയുടെ തന്നെ രക്തത്തിൽ പിറന്ന, എന്നാൽ വൈജയന്തിക്ക് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ബാലചന്ദ്രന്റെ ആദ്യ പുത്രിയായിരുന്നു. ആ സത്യം അഗ്നിഗോളം പോലെ വീടിന്റെ അടിത്തറയെ തന്നെ ഉരുക്കിക്കളയാൻ തക്കം പാർത്തു നിന്നു. സർ, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? അലീനയുടെ ശബ്ദം നേരിയതായിരുന്നു, തണുത്ത കാറ്റിൽ വിറക്കുന്ന ഇലകളെ പോലെ. ബാലചന്ദ്രൻ കണ്ണടച്ച് ദീർഘമായിട്ടൊന്ന് ശ്വാസം എടുത്തു. അലീന, ഇവിടെ പലരും പലതും സംസാരിക്കുന്നുണ്ട്. നിന്നെ ഈ വീട്ടിലെത്തിച്ച മനു പോലും നീ ഇവിടെ നിന്ന് പോവണമെന്ന് വാദിക്കുന്നു. നിന്റെ മുത്തശ്ശിയും കൃഷ്ണമോള് പോലും നിനക്ക് സമാധാനം കിട്ടാൻ ഈ വീട് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്നു. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അതൊക്കെ എനിക്കറിയാം സർ. എന്നെ സ്നേഹിച്ചവർ പോലും എന്നെ ഉപേക്ഷിക്കാൻ പറയുന്നതിന്റെ കാരണം വ്യക്തമായിട്ട് സാറിനറിയാമല്ലോ. എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ വയ്യ. ഈ വീടിന്റെ അന്തരീക്ഷം എന്റെ ആത്മാവിനെ ശ്വാസം മുട്ടിക്കുന്നു. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്തു മറുപടി പറയും? സർ, എന്നെ വിടണം. ഞാൻ വന്നത് ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ അമ്മയെ ഒരു നോക്ക് കാണാനും എന്റെ കൂടപ്പിറപ്പുകളെ ഒന്ന് തൊടാനും അവരോട് സംസാരിക്കാനും മാത്രമാണ്. ആ ദൗത്യം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പോട്ടെ സർ. നിങ്ങളുടെ സമ്മതത്തോടെ എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. അലീനയുടെ വാക്ക് കേട്ട് ബാലചന്ദ്രൻ വേദനയോടെ തന്നെ തല ഉയർത്തി. അലീന, നിർത്തുന്നുണ്ടോ? ഒരക്ഷരം നീ മിണ്ടിപ്പോവരുത്. അദ്ദേഹത്തിന്റെ ശബ്ദം അധികാരത്തോടെയായിരുന്നു. എന്നാൽ അതിനുള്ളിൽ ഒരു പിതാവിന്റെ നെഞ്ചിരുകുന്ന വേദന ഒളിഞ്ഞു നിന്നു. ഞാനായിട്ട് നിന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കില്ല. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാം. പക്ഷേ ആ നിമിഷം തകരാൻ പോകുന്നത് നിന്റെ അമ്മയുടെ ജീവിതമായിരിക്കും. വൈജയന്തിയുടെ കുടുംബജീവിതം അത് നിനക്ക് കാണണോ? എങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോളൂ. പക്ഷേ നിനക്ക് നിന്റെ അമ്മയെ, അവളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, ആ രഹസ്യം പുറത്തു പറയാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നേ പറ്റൂ. വൈജയന്തിയുടെ ആദ്യത്തെ മകളാണ് നീ എന്ന സത്യം ഈ ലോകം അറിയരുത്. അലീനയുടെ കണ്ണുകൾ അവിശ്വസനീയതയോടെ വിടർന്നു. സർ, എന്തൊക്കെയാ ഈ പറയുന്നത്? സാറ് കണ്ടിട്ട് എത്ര ദിവസമായി എന്നെ? എന്നിട്ട് സർ എന്നെ വിശ്വസിച്ചത് എന്തിന്? നിങ്ങളുടെ ഭാര്യയും മക്കളും വിട്ട് എന്നെ ഇവിടെ നിർത്തുന്നത് എന്തിനാണ്? ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങളുടെ കുടുംബം തകർന്നു പോകുമെന്നുള്ള ചീത്തപ്പേര് എനിക്കായിരിക്കില്ലേ? ഞാൻ പോവാം സർ, അതാണ് നല്ലത്. ബാലചന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു. കണ്ണുകളിൽ തീക്ഷ്ണത നിറഞ്ഞുകൊണ്ടതിനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. നീ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ഭാര്യയായിട്ടോ വെപ്പാട്ടിയായിട്ടോ കാമുകിയായിട്ടോ അല്ലെന്ന് നിനക്കും എനിക്കും നന്നായിട്ടറിയാം. എൻ്റെ മകളെ പോലെയല്ല, എൻ്റെ സ്വന്തം മകളായി തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കും, വളർത്തും. വൈജയന്തി എന്ന നിന്റെ അമ്മയോടുള്ള വാശിയല്ല ഇത്. മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എൻ്റെ രക്തമാണ്. നിന്നെപ്പോലെ ഒരു മകൾ അവൾക്ക് ജനിച്ചല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ശരിക്കും അവളോട് സഹതാപമാണ് തോന്നുന്നത്. നിന്റെ അമ്മ അവളാണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുകയേ ഉള്ളൂ. അദ്ദേഹം അലീനയുടെ തോളിൽ വാത്സല്യത്തോടെ തന്നെ കൈവച്ചു. എനിക്കറിയാം നീ പോവാൻ ആഗ്രഹിക്കുന്നു. നീ ഇപ്പോൾ പുറത്തു വരുന്നതെല്ലാം നിന്റെ ഇഷ്ടമാണ്. അലീന, നിനക്ക് പോവണമെങ്കിൽ പോവാം, നിൽക്കണമെങ്കിൽ നിൽക്കാം. അത് നിന്റെ മാത്രം ഇഷ്ടമാണ്. ബാലചന്ദ്രൻ അവളെ നിർബന്ധിക്കുന്നില്ല. എന്നാൽ നിർബന്ധിക്കുന്നതിനേക്കാൾ വലുതായ ഒരു ഭാരം അവളുടെ ചുമലിൽ വെച്ചു കൊടുത്തിരുന്നു. അമ്മയുടെ ജീവിതം എന്ന ഭാരം. മനസ്സില്ലാ മനസ്സോടെ വേദനയോടെ അലീന താഴേക്ക് ഇറങ്ങിച്ചെന്നു. സ്റ്റേജ് കേസുകൾക്ക് താഴെ വൈജയന്തി തന്റെ സഹോദരൻ രാജീവിനെയും ഭർത്താവിന്റെ ബന്ധുമായ ഹരിക്കൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ മക്കളായ രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഉണ്ട്. വൈജയന്തിയുടെ മുഖം കോപം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിലെ സിന്ദൂരരേഖ പോലും ദേഷ്യം കൊണ്ട് വളഞ്ഞതുപോലെയായി. അലീന ഇറങ്ങി വന്നതും വൈജയന്തിയുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി. എന്താടി നിന്നോട് മാത്രം ഇത്രയ്ക്ക് രഹസ്യം പറയാൻ എൻ്റെ ഭർത്താവിനുണ്ടായിരുന്നത്? എന്ത് രഹസ്യമാണ് നീയും അദ്ദേഹം തമ്മിൽ പങ്കുവെക്കുന്നത്? അലീന ശാന്തമായി മറുപടി പറയാൻ ശ്രമിച്ചു. മാഡം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെ നിന്നു പോയാൽ ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, മാഡം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പോകില്ലെന്ന് പറഞ്ഞത്. പ്ലീസ് മാഡം, എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. ആ വാക്കുകൾ വൈജയന്തിയുടെ കോപത്തിന് എണ്ണ പകരുന്നത് പോലെയായിരുന്നു. ഓ, നീ ഇവിടെ തന്നെ നിൽക്കുമെങ്കിൽ ഈ വൈജയന്തി വീണ്ടും ഒരു ജന്മം കൂടി ജനിക്കണം. ഇറങ്ങടി ഇവിടെ നിന്ന്. നിന്റെ കെട്ടും ഭാണ്ഡങ്ങളും കിടക്കയും ബാഗും എന്തൊക്കെയാന്ന് വെച്ചാൽ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്നും ഇറങ്ങിക്കോ. ഇറങ്ങുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ വീട്ടിലെ ഫാനിൽ ഞാൻ അങ്ങ് കെട്ടി തൂങ്ങി ചാകും. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാൾ മാത്രം മതി ഈ വീട്ടിൽ എന്നൊക്കെ പറയും വൈജയന്തി. വൈജയന്തിയുടെ ഈ ഭീഷണി കേട്ട് അലീനയുടെ ഉള്ളം തകർന്നു പോയി. മാഡം പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. അവൾ വൈജയന്തിയുടെ പിന്നാലെ നടന്ന് കാല് പിടിക്കാൻ ശ്രമിച്ചു. ഈ സമയത്താണ് ബബിത അലറി വിളിച്ചത്. നിനക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ വയ്യേ, നാണം കെട്ടവളെ.
നിന്നെ അടിച്ചിറക്കിയിട്ടു നീ എന്തിനാടി ഇവിടെ തന്നെ നിൽക്കുന്നത്? നീ ഈ വീട്ടിലൊരു വേലക്കാരിയായിട്ടല്ലേ വന്നത്? എന്നിട്ടിപ്പോ നീ കാണിക്കുന്നത് എന്താ? എന്റെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കാനാണോടി നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇറങ്ങിപ്പോടി. രോഹിതും അതിനോട് ചേർന്നു. നീ ഒന്ന് പോയി തരോ ഇവിടെ നിന്ന്? നീ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കൊരു ബാധ്യതയാണ്. അലീന, നിന്നെ ഞങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഒരുമിച്ച് വേണം. അവരുടെ വാക്കുകൾ അലീനയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. മക്കളെ, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ അച്ഛനെ ഒരിക്കലും പിടിച്ചു വെച്ചിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ എന്നോട് പോകരുതെന്ന് പറയുന്നു. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തകരാൻ പോകുന്നത് നിങ്ങളും കൂടി ആയിരിക്കും. മാഡത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അലീന വീണ്ടും പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വരും. ഓ പിന്നെ, എനിക്ക് വേണ്ടിയിട്ട് നീ കൂടുതൽ ഒത്താശയും സഹനവും ത്യജിക്കലുമൊന്നും ചെയ്യണ്ട. നീ ഇവിടെ ജീവിക്കേണ്ട. നീ ഇവിടെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഈ നിമിഷം തന്നെ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ. വൈജയന്തിയുടെ ശബ്ദം ഒരു തരം ഉന്മാദത്തിലേക്ക് വഴിമാറി. സഹായിക്കാനായി ഹരിയും രാജീവും മുന്നോട്ട് വന്നു. ഇവൾക്ക് ഇവിടെ നിന്നും ഇറങ്ങാൻ സമയമായില്ലേ? രാജീവ് അലറിക്കൊണ്ട് ചോദിച്ചു. ഇതിനിടയിൽ തന്നെ മുത്തശ്ശി അലീനയോട് യാത്ര പറയുകയായിരുന്നു. മുത്തശ്ശി അലീനയുടെ വേദനകളെല്ലാം തന്നെ മനസ്സിലാക്കിയിരുന്നു. മോളെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ വീട്ടിൽ എല്ലാവർക്കും സ്വൈര്യം നഷ്ടപ്പെട്ടു. നീ ഇവിടെ നിന്ന എനിക്കും ബാലചന്ദ്രനും നല്ലതായിരിക്കാം. പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ സമാധാനം കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്നും കൂടി നിന്നോട് പോവാൻ പറയുന്നത്. നീ ഇടക്ക് മുത്തശ്ശിയെ കാണാൻ വരണം. പക്ഷേ ഇനി നീ ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് ഇവിടെ നിൽക്കണ്ട. ഞാനാ ഇത് പറയുന്നത്. ഇന്ന് തന്നെ നീ ഇവിടെ നിന്നും ഇറങ്ങിയേ പറ്റൂ. സ്നേഹമുള്ള മുത്തശ്ശിയുടെ ഈ വാക്കുകളും കൂടി കേട്ടതോടുകൂടെ തന്നെ അലീനയുടെ പിടിച്ചുനിൽപ്പ് പൂർണ്ണമായും തകർന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് താൻ ഇവിടെ നിൽക്കേണ്ടത്? താൻ സ്നേഹിക്കുന്നവർ പോലും തന്നെ ആട്ടിയിറക്കുമ്പോൾ അവൾ ബാഗുമെടുത്ത് പതുക്കെ പടിയിറങ്ങി. മുത്തശ്ശി, ഞാൻ തോറ്റിട്ടല്ല ഇവിടെ നിന്നും പോകുന്നത്. സത്യത്തിൽ ഞാനാണിപ്പോൾ ജയിച്ചിരിക്കുന്നത്. പക്ഷേ തോറ്റത് വൈജയന്തി മാഡമാണെന്ന് അവർക്കറിയില്ല. തോൽവിയോ ജയമോ എനിക്കാവശ്യമില്ല. എന്റേതെന്ന് കരുതി എല്ലാവരെയും ഞാൻ സ്നേഹിച്ചു. ഒരു ദിവസം അവർക്കെല്ലാവർക്കും മനസ്സിലാവും ഞാൻ ചെയ്തതായിരുന്നു ശരിയെന്ന്. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാത്തിരിക്കുന്നത്. അലീന പടിയിറങ്ങി വരുന്ന കാഴ്ചയും കണ്ടു വൈജയന്തി ഒരു ഭ്രാന്തിയെ പോലെ അലറി. ഇവൾ ഇറങ്ങുന്നില്ല, അവളെ അടിച്ചിറക്കണം. വൈജയന്തി അവളുടെ ബാഗ് പിടിച്ചു വലിച്ച് വാങ്ങി ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇവളെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെടി. വൈജയന്തി അലീനയുടെ കൈക്ക് പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയി. ബബിതയും രോഹിത്തും ഒരകലം പാലിച്ചു നിന്നു. കൃഷ്ണമോള് പറയുന്നുണ്ട്, വേണ്ടമ്മേ, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോള് നിലവിളിക്കാൻ തുടങ്ങി. രാജീവും ഹരിയും കൂടി ചേർന്ന് അലീനയെ ശാരീരികമായി ഉപദ്രവിക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്നും പട്ടിയെ തള്ളിയിറക്കുന്നത് പോലെ തന്നെ അവർ അലീനയെ വലിച്ചഴിച്ച് വീടിന്റെ മുൻവശത്തെ ഗേറ്റിനടുത്തേക്ക് കൊണ്ടുവന്ന് തള്ളിയിട്ടു. നാട്ടുകാരെല്ലാം ഈ രംഗം കാണാനായി ഒത്തുകൂടി. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നല്ല പരിപാടിയാണോ? ഇങ്ങനെ ഒരു പെണ്ണിനെ വീട്ടിൽ നിന്നും ഇറക്കി വിടാനൊക്കെ നാണമില്ലേ നിങ്ങൾക്ക്? നാട്ടുകാരെല്ലാം ചോദ്യം ചെയ്തു. ഈ കൊച്ചിനെ എന്തിനാ ഇങ്ങനെ ഇറക്കി വിടുന്നത്? ഒരു സ്ത്രീ ചോദിച്ചു. വൈജയന്തിയുടെ മുഖത്ത് വെറുപ്പും വിജയാഹങ്കാരവും ഉണ്ടായിരുന്നു. കൊച്ചോ? ഇവൾ കൊച്ചൊന്നുമല്ല, ഈ വീട്ടിലെ അണുബാധയായിരുന്നു ഇവള്. ഈ വീട്ടിൽ കയറിയ അന്നു മുതൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ അണുബാധ. ഞങ്ങൾ ഒഴിച്ചുവിട്ടതാണ് ഇവളെ. ഇവളൊരു പൂതനയാണ്. അലീന കരഞ്ഞുകൊണ്ട് തളർന്നു പോയിരുന്നു. ഈ സമയം ഹരി വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു. അവന്റെ വാക്കുകൾ വിഷം പുരട്ടിയ അമ്പുകൾ പോലെയായിരുന്നു. എടി, ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേടി? നീ വലിയ ആളായി നടന്നു. നീ വലിയ കുലസ്ത്രീയാണെന്നോ പതിവ്രതയാണെന്നോ പത്മശ്രീ നേടിയവളാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇതല്ലേടി നടന്നത്? ഇപ്പോ എന്തായി? എടി, വേലക്കാരി എന്നും വേലക്കാരി തന്നെയായിരിക്കും. താൻ അത് അറിഞ്ഞോടി എന്നൊക്കെ പറഞ്ഞ ഹരി ദേഷ്യപ്പെടും. ആ നിമിഷം സഹിഷ്ണുതയുടെ അവസാന അതിരും തകർന്നു. അടിമ എന്ന വിളി അത്രയും നേരം താങ്ങിവെച്ച സകല അപമാനങ്ങളും വേദനകളും അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അലീനയുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീനാളം ആളിക്കത്തി. അവൾ ഹരിയുടെ അടുത്തേക്ക് ചെന്ന് ഒരൊറ്റ നിമിഷം ഒന്നും ആലോചിച്ചില്ല. അവളുടെ കൈകൾ ഹരിയുടെ കവിളിലങ്ങ് പതിച്ചു. ആ ഒരൊറ്റ അടിയിൽ ഹരി കറങ്ങി വീണു, നേരെ വൈജയന്തിയുടെ ദേഹത്തേക്ക്. വീഴ്ചയുടെ ആഘാതത്തിൽ വൈജയന്തിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. എന്താണ് നീ കാണിച്ചത്? വൈജയന്തിയും മക്കളും ഒരുമിച്ച് അലീനയുടെ നേർക്ക് തിരിഞ്ഞു. അവളെ കുത്തിനി പിടിച്ച് തള്ളാനും വീണ്ടും വലിച്ചെഴുക്കാനും തുടങ്ങി. ഒരു പാവം പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ആ രംഗം കണ്ട് നാട്ടുകാർ പോലും ഭയന്നു. വീടിന്റെ വാതിൽക്കൽ ഈ കോലാഹലങ്ങളെല്ലാം കേട്ട് സഹിച്ചും ക്ഷമിച്ചും ബാലചന്ദ്രൻ നിൽക്കുന്നുണ്ടായിരുന്നു. വൈജയന്തിയുടെയും മക്കളുടെയും ക്രൂരതയുടെ ആ അങ്ങേ അറ്റത്തെ നിമിഷത്തിലാണ് അദ്ദേഹം അവിടെ നിന്നും പടിയിറങ്ങാൻ തീരുമാനിച്ചത്. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു നിശബ്ദത പടർന്നു. വാതിൽ തുറന്ന് ബാലചന്ദ്രൻ ഇറങ്ങി വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടിയും കിടക്കയും ഉണ്ടായിരുന്നു. അത് യാത്ര പോവാനുള്ള തയ്യാറെടുപ്പിന്റേതായിരുന്നു. അലീനയെ വലിച്ചേച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന വൈജയന്തിയും രോഹിത്തും ബബിതയും ഞെട്ടലോടെ ആ കാഴ്ച കണ്ടു.
ബാലചന്ദ്രൻ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, മതി, നിർത്ത്. നിങ്ങൾ ഇറക്കിവിട്ടാൻ ശ്രമിക്കുന്ന ഈ പെൺകുട്ടി ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണെങ്കിൽ ഞാനും ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങും. വീടിന്റെ അകത്തളത്തിൽ മാത്രമല്ല, നാട്ടുകാർക്കിടയിലും ആ വാക്കുകൾ ഒരു ഭൂകമ്പം ഉണ്ടാക്കി. അവൾ ഇറങ്ങിയ ഞാനും ഇറങ്ങും. മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ വേണോ അതോ എന്നെ വേണോ, അതോ ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വേണോ? നിങ്ങൾ തീരുമാനിക്കുക. ബാലചന്ദ്രൻ ഒരു വിധിന്യായം പോലെ തന്റെ മക്കളുടെ നേർക്ക് വിരൽ ചൂണ്ടി. ഞാൻ ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കും. അലീന ഇല്ലാത്ത വീട്ടിൽ ഈ ബാലചന്ദ്രൻ ഇനി നിൽക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെറും വാക്കല്ല, അത് ബാലചന്ദ്രന്റെ അവസാനത്തെ വാക്കാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അലീനയെ തേടി. അവൾ കരഞ്ഞു തളർന്ന് ഗേറ്റിനരികിൽ തറയിലിരിക്കുന്നുണ്ടായിരുന്നു. അലീന ഇല്ലാതെ ഒരു ജീവിതം ഇനി എനിക്കില്ല. ഇറങ്ങിപ്പോകേണ്ടവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോവാം. ഇനിയിപ്പം നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും അലീനയും ഇവിടെ നിന്നും ഇറങ്ങിക്കോളാം. ഈ വീട് മാത്രമല്ല, ബാലചന്ദ്രനെ എവിടെ ചെന്നാലും സന്തോഷത്തോടെ ആരെങ്കിലും വാടകയ്ക്കാണെങ്കിലും കയറ്റി താമസിപ്പിക്കും. ഗുഡ് ബൈ മക്കളെ. തന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി അലീന ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ ബാലചന്ദ്രൻ തന്നെയാണ് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് പടിയിറങ്ങാൻ തയ്യാറായിരിക്കുന്നത്. അലീനയുടെ കൈക്ക് പിടിച്ച് ആ വാതിൽപ്പടി കടന്ന് അദ്ദേഹം പുറത്തിറങ്ങി പോകുമ്പോൾ തകർന്നത് വൈജയന്തിയുടെ അധികാരവും കുടുംബത്തിലെ ഭിത്തികളും അവരുടെ അഹങ്കാരവും തന്നെയായിരുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലീനയുടെ കൂടെ പടിയിറങ്ങി പോകുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല. വൈജയന്തിയുടെ ഹൃദയം തകർക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അത്. സ്വന്തം ഭാര്യയെയും മക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഏതായാലും അലീനയുടെ കൂടെ പടിയിറങ്ങി പോകുന്ന നല്ല കിടിലൻ രംഗങ്ങളൊക്കെ ഉണ്ടോ ഇനി വരുന്നത്. അതിനുശേഷം പിന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.